കാസർഗോട്ടേക്ക് ഒന്ന് പോകുന്നു. അവിടെ ആ ഡേറ്റിംഗ് ആപ്പിന്റെ മറവിൽ 16-കാരനെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിന് കുറച്ചുകൂടി വലിയ ഡയമെൻഷൻ ഉണ്ടാകുന്നുണ്ട്, കുറച്ചുകൂടി ഇത് വികാസം പ്രാപിക്കുന്നുണ്ട്. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ എന്നുള്ളതാണ് രാവിലെ വന്ന വാർത്ത. പയ്യന്നൂർ കോറോത്ത് സ്വദേശി ഗിരീഷ് ആണ് പിടിയിലായത്. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10ആയി. അരുൺ പാറക്കൽ കാസർഗോഡ് എന്ന വാർത്തയോട് ചേരുന്നു. അരുൺ, അപ്പോൾ ആ കേസ് കുറച്ചുകൂടി വലുതാവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റിംഗ് ആപ്പിന്റെ മറവിൽ ഈ കുട്ടിയല്ലാതെ മറ്റു കുട്ടികളുണ്ടോ, ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ, കൂടുതൽ ഏജന്റുമാരുണ്ടോ, കൂടുതൽ VVIP പ്രതികളുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഈ മണിക്കൂറുകളിൽ പ്രസക്തമല്ലേ അരുൺ? ഹാഷ്മി, അത് തന്നെയാണ്. ഈ ദുരൂഹത ഏറുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ഇതിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു. പയ്യന്നൂർ പോലീസാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. പയ്യന്നൂർ കോറോത്ത് സ്വദേശി ഗിരീഷാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10ആയി മാറിയിരിക്കുകയാണ്. ഈ ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഈ കുട്ടിയെ പരിചയപ്പെട്ടതെന്നാണ് ഈ പ്രതികളിൽ നിന്നും പോലീസിന് മൊഴി ലഭിച്ചിരിക്കുന്നത്. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും മനസ്സിലായിരിക്കുന്നത്. കുട്ടി മൊഴി നൽകിയതും ഡേറ്റിംഗ് ആപ്പാണ് ഇതിനൊക്കെ കാരണമെന്നായിരുന്നു പോലീസിനോട് മൊഴി നൽകിയിരുന്നത്. പക്ഷേ എങ്ങനെയാണ് കുട്ടി ഡേറ്റിംഗ് ആപ്പിലേക്ക് എത്തിയത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാണ് കുട്ടിക്ക് ഈ ഡേറ്റിംഗ് ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തത്? കുട്ടിക്ക് നിലവിൽ 16 വയസ്സാണ്. പക്ഷേ 14 വയസ്സാകുമ്പോഴേക്കും കുട്ടി ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് 18 വയസ്സായാൽ മാത്രമാണ് ഈ ഡേറ്റിംഗ് ആപ്പിൽ കയറാൻ കഴിയുക. പക്ഷേ രേഖകളൊക്കെ തിരുത്തി ഫോട്ടോയൊക്കെ മാറ്റിയായിരിക്കാം ഒരുപക്ഷെ ഈ കുട്ടി ഡേറ്റിംഗ് ആപ്പിൽ പ്രവേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പ്രവേശിക്കണമെങ്കിൽ അത് ആരെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കണം. അതിന് പുറകിൽ ആരാണെന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. മറ്റൊരു കാര്യം, ഏജന്റുമാർ ഉണ്ടായിരുന്നു എന്നൊരു മൊഴി പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് ഈ ഏജന്റ് എന്നതിനെ കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റേതെങ്കിലും കുട്ടികൾ ഇതുപോലെ വലയിൽ അകപ്പെട്ടിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള ആളുകളുടെ വലയിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. നിലവിൽ 16 പേരാണ് ഈ കേസിലുള്ളത്. അതിൽ 10 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരു യൂത്ത് ലീഗ് നേതാവ് സിറാജുദ്ദീൻ, അദ്ദേഹം മുൻകൂർ ജാമ്യത്തിനായി ശ്രമിച്ചിട്ടുണ്ട്. മറ്റ് 5 പേരാണ് ഇനി പിടികൂടാനുള്ളത്. അത് കണ്ണൂർ പയ്യന്നൂർ സ്റ്റേഷൻ, അത് കോഴിക്കോട് കസബ സ്റ്റേഷൻ, കൊച്ചി എളമക്കര സ്റ്റേഷൻ എന്നിവയാണ്. അവിടെയും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട്, എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ചും കൂടുതലായും ആളുകൾ ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്തിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ശക്തമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. 5 സർക്കിൾ ഇൻസ്പെക്ടർമാർ അടങ്ങിയ ടീമാണ് അന്വേഷണം നടത്തുന്നത്. ശക്തമായ നടപടി ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹാഷ്മി, ഓക്കെ. അരുൺ പാർക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. ഈ അടക്കം അറസ്റ്റിലായ ഒരു കേസാണ് ഈ കേസ്. ഇത് ഒരാൾ ഗിരീഷ് കൂടി പിടിയിലാവുന്ന ഒരു 10 പേരാവുന്നുണ്ട്. 16 വയസ്സേ പ്രായമുള്ള കുട്ടിയാണ്, ആൺകുട്ടിയാണ്. അപ്പോൾ 14 വയസ്സിൽ പ്രായത്തിൽ തന്നെ ഈ പറയുന്ന ആപ്പിൽ, എന്തോ ഒരു ഡേറ്റിംഗ് ആപ്പിൽ ഇവൻ ഉൾപ്പെടുന്നു, അത് ചൂഷണം ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കറിയാത്ത കുറേയധികം ചതിക്കുഴികൾ, കെണികളുടെ ഒരു ഫോൺ ലോകം കൂടി അവിടെയുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് കുട്ടികളെ ഉപദ്രവിക്കുന്നത്, കൂടുതൽ കുട്ടികൾ ചൂഷണത്തിനിരയായിട്ടുണ്ടോ, ഒരു ഇടനിലക്കാരൻ്റെ കാര്യം ഇതിൽ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ദല്ലാൾമാർ, ഇടനിലക്കാർ ഈ വിഷയത്തിലൊക്കെ ഉണ്ടോ എന്ന വളരെ വിശദമായ അന്വേഷണത്തിന് തുടക്കമാകുമെന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.